ഗായ്സ്, ഇന്ന് ഞാൻ വന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി അതല്ലെങ്കിൽ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഷൈ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ സ്റ്റോറി നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഈ സ്റ്റോറി കേൾക്കുമ്പം ഞാനും ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഒരുപാട് സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. ആ സ്റ്റോറീസ് കണ്ടിട്ടായിരിക്കും ഞാൻ എൻ്റെ സ്കാനിങ്ങിനും അല്ലാതെ ഇപ്പം അനോമലി സ്കാനിങ്ങിനാണെങ്കിലും പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റിനാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കും ഞാൻ പോയത്. പക്ഷേ രണ്ടും ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റോറി ആയിരിക്കണം എന്നില്ല, നിങ്ങളുടെ സ്റ്റോറി അങ്ങനെ ആയിരിക്കും. എന്തായാലും ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഹെൽപ്ഫുൾ ആവും, അതെനിക്ക് ഷുവറാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാം. ഞാൻ ഒരു 2024 പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ഞാൻ ശരിക്കും ട്രിവാൻഡ്രത്തായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ഞാൻ ടെക്നോ പാർക്കിലാണ് ഹസ്ബൻഡിൻ്റെ ജോലി. അപ്പം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു ദിവസം ഓണം വെക്കേഷന് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ ബൈക്കിലൊക്കെയാണ് വന്നത്. അന്നേരമൊന്നും എനിക്കറിയില്ല, എനിക്ക് ക്ഷീണമൊന്നുമില്ല. അപ്പോൾ എനിക്ക് അതിന് 2 ദിവസം മുന്നേ എനിക്കൊരു ചെറിയ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു പീരിയഡ്സ് ആവാനുള്ള വയറുവേദന ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളതങ്ങ് വിട്ട് കളഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസിയും അതുപോലെ തന്നെ എനിക്ക് എന്തോ ഒരു തളർച്ചയൊക്കെ പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചത് ഇതുപോലെ പീരിയഡ്സ് ആവാനുള്ളതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നമുക്കൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചേട്ടനെ കൊണ്ട് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് അത് മേടിച്ചു. അങ്ങനെ മേടിച്ചിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എന്താ പറയുക 2 വര. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പ്ലാൻഡ് പ്രഗ്നൻസി അല്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ അറിയുമ്പോഴത്തേക്കും എനിക്ക് ആകെ ഐ വാസ് ഷോക്ക്ഡ്. സത്യം പറഞ്ഞാലല്ല, സത്യം അതാണ് എനിക്ക് പറ്റിയത്. ഷോക്കായിപ്പോയി. ഞാൻ വേഗം പോയിട്ട് അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും ആദ്യം പറഞ്ഞു. അവർക്ക് എക്സൈറ്റഡ് ആണ്, എല്ലാവരും എക്സൈറ്റഡായി, ഞാനും എക്സൈറ്റഡായി. അങ്ങനെ ഞാൻ വീട്ടിൽ വെക്കേഷന് നിൽക്കുവാണ്. ഹസ്ബൻഡ് അവിടെ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ച് പോയായിരുന്നു, ജോലിയുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ ആദ്യം തന്നെ അവനക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നിങ്ങനെ അറിയിച്ചു. പക്ഷെ അവൻ നൈറ്റ് ആയതുകൊണ്ട് രാവിലെ കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് മെസ്സേജ് കാണുന്നത് കേട്ടോ. അവനും സത്യം പറഞ്ഞാൽ എല്ലാവരും എക്സൈറ്റഡ് ആയിപ്പോയി. നമ്മളെ ഓൾറെഡി പ്ലാൻഡ് അല്ല, എന്തായാലും പ്രഗ്നൻ്റ് ആയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ള അവൻ്റെ ഫാമിലീനെയും എൻ്റെ ഫാമിലീനെയൊക്കെ അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് അന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു മൺഡേ ആയപ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടറെ കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ ഞാനും അമ്മയും കൂടി പോയി. ഞങ്ങൾ പോയത് B&B ഹോസ്പിറ്റലാണ്, തൃക്കാക്കരയിലുള്ള. സത്യം അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുജാത മാം എന്താ പറയുക, അടിപൊളി ഡോക്ടറാണ്. എൻ്റെ അടുത്ത് നല്ലൊരു ഗൈനക്കിന് നിങ്ങൾ പ്രിഫർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും B&Bയിലെ സുജാത മാമിനെയാണ് പ്രിഫർ ചെയ്യുള്ളൂ. അത്രയും സൂപ്പർ ഡോക്ടറാണ്, നമുക്ക് എല്ലാ സപ്പോർട്ടും എല്ലാം ആണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് ഫസ്റ്റ് മീറ്റിന് പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഡോക്ടർ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്, മാക്സിമം ഡോക്ടർ നോർമൽ ഡെലിവറി നോക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുതലേ അറ്റ് ദ എൻഡ് വരെ ഡോക്ടർ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സ്കാനിങ് ചെയ്തായിരുന്നു. അവിടെ വെച്ച് സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കും ബേബിയുടെ ഗ്രോത്ത് എത്രയുണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും 6 വീക്സ് ആയിരുന്നു. അങ്ങനെ 6 ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു മാസം തോന്നുന്നു, 6 വീക്സ് അങ്ങനെയൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിൽ വന്ന സമയത്ത്, അന്നത്തെ ദിവസം തന്നെ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു എൻ്റെ ബോഡി. നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്തത്ര വോമിറ്റിംഗ് ആയിരുന്നു. എന്താ പറയുക, ഞാൻ കണ്ടിന്യൂ വോമിറ്റിംഗ് ആണ്. ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചാൽ വോമിറ്റ് ചെയ്യും, വെള്ളം കുടിച്ചാൽ വോമിറ്റ് ചെയ്യും, അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ ഏകദേശം ഒരു 61 kg എനിക്കുണ്ടായിരുന്നു. പ്രഗ്നൻസി ഇപ്പോൾ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ വെയിറ്റ് കുറഞ്ഞ് 52ലേക്ക് പോയി. അത്രയും ഒരു 10 കിലോയെങ്കിലും ഞാൻ കുറഞ്ഞിട്ടുണ്ടാവും ഈ വോമിറ്റിംഗ് കാരണം. 6 മാസത്തെ വോമിറ്റിംഗ്, നല്ല വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ വോമിറ്റ് ചെയ്യും, ചില ദിവസങ്ങളിൽ നൈറ്റൊക്കെ നല്ലതായിട്ട് വോമിറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇടും. ഇതായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെയായിരുന്നു എൻ്റെ വോമിറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ. അങ്ങനെ ഞാനൊരു 3 മാസമായപ്പോഴത്തേക്കും 3-ാം മാസത്തെ സ്കാനിങ്ങിൽ നമുക്ക് ബേബീൻ്റെ ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. നമുക്കത് മാത്രമല്ല, നമ്മൾ സ്കാനിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ ബേബിയുടെ, അതൊക്കെ കാണിക്കാം. ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ച് തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ സ്കാനിങ്ങിന് പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ച് തന്നു.
അപ്പം എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഹാർട്ട് ബീറ്റ് കേട്ടു, ബേബിയുടെ ഇങ്ങനെ അനങ്ങുന്നതും അതൊക്കെ കാണിച്ചു തന്നു ഡോക്ടർ. അപ്പോൾ 3rd മന്തിലെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വരുന്നു. വീണ്ടും എൻ്റെ മക്കളെ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സഹിക്കൂല, അമ്മാതിരി വൊമിറ്റിംഗ് ആണ്. വൊമിറ്റ് ചെയ്താലും എന്ത് ചെയ്യും, അമ്മമാരാകുമ്പോഴത്തേക്കും പിന്നെയും ഭക്ഷണം കൊണ്ടു തരും കഴിക്ക്. എനിക്കിതൊന്നും കഴിക്കാനേ പറ്റുന്നില്ല സത്യമായിട്ടും. ഞാനപ്പോൾ വൊമിറ്റിംഗ് തന്നെയാണ്, കണ്ടിന്യൂ വൊമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ പിന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു വൊമിറ്റിംഗ് 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറയും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എൻ്റെ കേസിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പിന്നെയും വൊമിറ്റിംഗ് ആയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ കിടക്കണമായിരുന്നു, തറയെ കിടക്കുമ്പോഴത്തേക്കും ഞാൻ വൊമിറ്റ് ചെയ്തിട്ട് എനിക്ക് ചോര വരണം. ഞാൻ വാഷ് ബേസിനിൽ പോയി ഛർദ്ദിച്ചപ്പോഴത്തേക്കും എനിക്ക് ചോര വരണം എന്ന് വെച്ചാൽ തൊണ്ട പൊട്ടി, അത്രയും വൊമിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വൊമിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, വൊമിറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടൻ കാപ്പി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ കുടിച്ചുകൊണ്ടിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടൻ കാപ്പി എപ്പോഴും ഞാൻ കുടിക്കുമായിരുന്നു രാത്രി. പക്ഷേ ശരിക്കും കുടിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്, എപ്പോഴും കുടിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഞാൻ വൊമിറ്റ് ചെയ്തപ്പം എനിക്ക് കട്ടൻ കാപ്പിയായിരുന്നു ഇഷ്ടം. ഒരു 4 മണി രാവിലെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വൊമിറ്റിങ് ഏതെങ്കിലും പറയണ്ട, കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ 5-ാം മാസം ആയി. 5-ാം മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അനോമലി സ്കാൻ ഉണ്ട്. ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റത്തത് ഗ്ലൂക്കോസ് ടെസ്റ്റ് ആയിരുന്നു. ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തണം. 7 മണിക്ക് പോയിട്ട് അവിടെ നമുക്ക് നേഴ്സ് ആദ്യം ഫസ്റ്റ് നമ്മുടെ ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഷുഗർ ടെസ്റ്റ് ചെയ്യണതാണ് കേട്ടോ, ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലൂക്കോസ് വാട്ടർ തരും. ഗ്ലൂക്കോസ് വാട്ടർ ഒരു ഗ്ലാസ്സിൽ ഗ്ലൂക്കോസ് കലക്കി തരും. അത് കുടിച്ചിട്ട് വീണ്ടും ഒരു മണിക്കൂർ അവിടെ തന്നെ ഇരിക്കണം. ഫുഡ് കഴിക്കാതെ വേണ്ട നമ്മൾ ചെല്ലേണ്ടത്. 1 മണിക്കൂർ നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഈ 1 അവർ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ബ്ലഡ് വീണ്ടും അവരെടുക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും. റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഷുഗർ കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി. കാര്യം ഞാൻ വിചാരിച്ചത് ഞാൻ വൊമിറ്റ് ചെയ്യുമെന്നാണ്. ഇത്രയും നാൾ വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ആ ഒരു ടെസ്റ്റ് ഞാൻ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞാൻ വൊമിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു ആ ഒരു ടെസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് 5-ാം മാസത്തെ സ്കാനിങ് ആണ്. 5-ാം മാസത്തേക്ക് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്കാനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം 5-ാം മാസത്തേക്ക് സ്കാനിങ്ങിൽ ബേബീനെ അറിയാൻ പറ്റും. ബേബി എന്താണെന്ന് അറിയാൻ പറ്റില്ല, എന്തായാലും ബേബി അനങ്ങുന്നതും ബേബിയുടെ ഹാർട്ട് ബീറ്റും ഇതൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ 5-ാം മാസത്തെ സ്കാനിങ്ങിന് പോകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കാൻ നേരത്താണ് ഞാനൊന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണു. അതായത് ഞാൻ തുണി എടുക്കാൻ പോയതാണ്, രാത്രിയായിരുന്നു. അപ്പം ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണു. ഞാൻ വീണപ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനായി. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം ഒന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇടിച്ച് വീണുള്ളൂ. ഞാൻ 2ാമത്തെ അത്ര വലിയ ഉയരങ്ങളിൽ നിന്നല്ല വീണത്, ജസ്റ്റ് 2 സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്കാണ് വീണത്. അപ്പോൾ വീട്ടിൽ ചേച്ചിയും ചേട്ടനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു. ഹസ്ബൻഡിനെ ഞാൻ അറിയിച്ചിട്ടില്ല അപ്പോഴും ഞാൻ വീണ കാര്യം. അവനിനി ടെൻഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്, കാര്യം അവന് ജോലി ട്രിവാൻഡ്രത്തായതുകൊണ്ട് അവൻ അവിടെ ആയിരുന്നു. അപ്പോൾ അവന് ടെൻഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞുമില്ല. പിന്നെ എനിക്ക് കുഴപ്പമില്ലാന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഒക്കെ ഞാൻ അറിയിച്ചത്. പക്ഷേ അമ്മയും ചേട്ടനും ചേച്ചിയും കൂടി ഓടി വന്നിട്ട് അവർക്ക് പേടിയായി. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ പറയണ്ട. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അവരുടെ അടുത്ത്, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് പേടി. കാരണം അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുക, നമുക്ക് പോയിട്ട് വരാമെന്ന് പറയട്ടെ. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. വേറെ കുഴപ്പമൊന്നും എനിക്കില്ല, തോന്നിയില്ല. ഞാൻ അത്ര ടൈറ്റായിട്ടൊന്നും അല്ല വീണത്. അങ്ങനെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിർബന്ധം പറഞ്ഞിട്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അനോമലി സ്കാനിങ്. 2 ദിവസം കൂടി കഴിയുമ്പോൾ സ്കാനിങ് അല്ലേ, അപ്പോൾ കുഴപ്പമില്ല എന്നാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ അനോമലി സ്കാനിങ്ങിന് പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ അപ്പം സ്കാനിങ്ങിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ബേബിയുടെ അനക്കവും അതുപോലെ തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഡോക്ടർ കേൾപ്പിച്ച് തരും നമ്മളെ. അങ്ങനെയായിരുന്നു അനോമലി സ്കാനിങ്. ഗ്രോത്തും എല്ലാം നമ്മളടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ ആൻറ്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ എന്നൊക്കെയുള്ള പൊസിഷൻസ് നമുക്കറിയാൻ പറ്റും. എൻ്റേത് പ്ലാസൻ്റയുടെ പൊസിഷൻ പോസ്റ്റീരിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സെയിം എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഒരു ഫാർമസിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട്, അവളും പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ
എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, എടി നിൻ്റെ പ്ലാസൻ്റെ ഏതാടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ എൻ്റെ പൊസിഷൻ പോസ്റ്റീരിയർ ആടി, എനിക്ക് ബേബി ബോയ് ആയിരിക്കും എന്ന് തോന്നുന്നു, അവളുടേത് ആൻറ്റീരിയർ ആണ്, അപ്പോൾ അവൾക്ക് ബേബി ഗേൾ ആയിരിക്കും. അങ്ങനെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനാണ്. അപ്പോൾ എൻ്റെ പോസ്റ്റീരിയർ ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ബേബി ബോയ് ആയിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബേബി ഗേൾ ആവണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റത്തെ ബേബി എന്തായാലും ബേബി ഗേൾ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാര്യം എൻ്റെ ദൈവം എന്നെ ബേബി ഗേളാക്കി തന്നെ എനിക്ക് തന്നു. അങ്ങനെ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ബേബി ഗേൾസിനെയാണ് കുറച്ചും കൂടി ഇഷ്ടക്കുറവൊന്നും ബേബി ബോയ്സിനല്ലട ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് മുടി കെട്ടി കൊടുക്കാനും എനിക്ക് എൻ്റെ ഒപ്പം ഇങ്ങനെ വളർത്തിയെടുക്കാനൊക്കെ എനിക്ക് ബേബി ഗേളിനായിരുന്നു കുറച്ചും കൂടി ആഗ്രഹം ഫസ്റ്റത്തത്. അപ്പം ഞാൻ എന്തായാലും പ്രാർത്ഥിച്ച പോലെ തന്നെ. പക്ഷെ എന്നെ കാണുന്ന എല്ലാവരും പറയും നിനക്ക് ബേബി ബോയ് ആയിരിക്കും പക്ക എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ആളുകളും ഉണ്ട്. ഷുവറായിട്ട് നിനക്ക് ബേബി ബോയ് ആയിരിക്കും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പക്ഷേ എനിക്കും ചേച്ചിക്കും മസ്റ്റായിട്ട് അറിയാമായിരുന്നു ബേബി ഗേളായിരിക്കും എന്ന്. ഞാനും എൻ്റെ ചേച്ചി ഉറപ്പിച്ച് പറയുമായിരുന്നു ബേബി ഗേളാണ്, ഞങ്ങൾക്ക് ബേബി ഗേളാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു ഞാനും എൻ്റെ ചേച്ചി. അത് ഞങ്ങൾ ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. ഞാൻ ബേബി ഗേളാണെന്ന് വിചാരിച്ച് അന്ന് തൊട്ടേ ബേബി ഗേളിൻ്റെ ഉടുപ്പൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കി വെക്കും. ഹെയർ ബാൻഡ്സൊക്കെ മേടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ മേടിച്ച് വെക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയൊക്കെ പറയും അങ്ങനെയൊന്നും മേടിച്ച് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മേടിച്ച് വെക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ബേബി ഗേളാണെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഹസ്ബൻഡിനും 100% ഉറപ്പായിരുന്നു ബേബി ഗേളായിരിക്കും എന്ന്. അപ്പോൾ ചിലവർ പറയും ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ബേബി ഗേളാണ്, പിമ്പിൾസ് ഇല്ലെങ്കിൽ ബേബി ബോയ് ആണ്, ക്ലിയർ സ്കിന്നാണെങ്കിൽ ബേബി ഗേളാണെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഒരു 9 മാസത്തേക്ക് എനിക്ക് സ്കിന്നിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, ഒരു കുരു പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ 9ാം മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കിന്ന് ഫുൾ ഡാമേജായി. 9 മാസം ആയപ്പോഴത്തേക്കും എൻ്റെ ഡെലിവറി അടുക്കാറായപ്പോഴത്തേക്കും എൻ്റെ സ്കിന്ന് മൊത്തം ഡാമേജായി. ഒരു കുരു ഇവിടെ എങ്ങാണ്ടും ഈ താടിയുടെ ഇവിടെ എങ്ങാണ്ടും ഒരു കുരു വന്നതാണ്, പിന്നെ അത് ഫുൾ മുഖത്തായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിന്നൊക്കെ ഫുൾ ഡാമേജായി, ഇനി ഒന്നും നോക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാനാണ്. മൊത്തം ഡാമേജായിരുന്നു എൻ്റെ സ്കിന്ന്. പക്ഷേ എൻ്റെ ഹെയർ നല്ല പോലെ വളരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്കിന്ന് മൊത്തം പോയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇവിടെയൊക്കെ റെഡ് ആവാൻ തുടങ്ങി. ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തം റെഡ് ആവാൻ തുടങ്ങി. ഈ ഒരു ഫുൾ ഭാഗം ഇങ്ങനെ ചുമന്ന് ആകെ എൻ്റെ മുഖം കണ്ടാൽ എനിക്ക് തന്നെ പേടിയാവുന്ന രൂപത്തിലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, ലാക്ടോകലാമിനൊക്കെ തേച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു എഫക്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ചിലപ്പം ഇപ്പം പറയണ പോലെ തന്നെ പ്രഗ്നൻസിയുടെ ബോഡി ചേഞ്ചസ് ആയിരിക്കും. അപ്പം മാറും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഇത് ഇനി മാറില്ല എന്നുള്ള ഒരു തോട്ട് തന്നെ ആയിരുന്നു. പിന്നെ ഡോക്ടർ നമുക്ക് ഫോളിക് ആസിഡും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റും അയൺ ടാബ്ലറ്റൊക്കെ തരും. മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു സംഭവമാണ് ഫോളിക് ആസിഡൊക്കെ. കാരണം നമ്മുടെ ബേബിയുടെ ഹീമോഗ്ലോബിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുമെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനിത് 2 ദിവസമൊക്കെ കഴിക്കാതിരിക്കുമായിരുന്നു. പക്ഷേ അത് മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ. ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഹീമോഗ്ലോബിൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കേണ്ട ഒരു സംഭവമാണ് ഗുവയൊക്കെ. അപ്പോൾ അതുപോലെ ഫ്രൂട്ട്സും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കണം. ഈ ക്യാരറ്റ് പോലെ ഇലക്കറികൾ ഇതൊക്കെ മസ്റ്റായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ എക്സസൈസും നന്നായിട്ട് ചെയ്യുക. ഞാൻ എക്സസൈസൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു, ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യും. സ്റ്റെപ്പ് കയറും, ഞാൻ നല്ല പോലെ എക്സസൈസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വെള്ളം കുടിക്കും, സ്ക്വാട്ടിങ് ഇതെല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ 5ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 5ാം മാസത്തെ സ്കാനിങ് അനോമലി സ്കാനിങ് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വന്നപ്പോൾ പിന്നെയും എനിക്ക് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 6 മാസത്തോളം വീണ്ടും വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 7ാം മാസത്തെ ഒരു ഗ്രോത്ത് സ്കാനിങ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗ്രോത്ത് സ്കാനിങ്ങിന് പോകുന്ന ടൈമിൽ എനിക്ക് ബേബിയുടെ ഗ്രോത്ത് എന്തോരായെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ബേബിയുടെ ഗ്രോത്ത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു തരും നമുക്ക് ഇത്ര ഗ്രോത്ത് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മളടുത്ത് പറയും. കൈയും കാലും കണ്ടോ, മൂക്ക് കണ്ടോ, അങ്ങനെയൊക്കെ കാണിച്ചു തരും ഡോക്ടർ. പക്ഷേ നിയ ബേബിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ട് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറയും ചുണ്ട് ഇങ്ങനെ കൈ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് ബേബി എന്ന് പറയും. അപ്പോൾ എനിക്ക് പേടിയാണ്, ചുണ്ട് എന്താ കാണാൻ പറ്റാത്തതെന്നുള്ള പേടി, എൻ്റെ മനസ്സിലുള്ള പേടിയാണ് കേട്ടോ ഞാൻ പറയണേ. അങ്ങനെ എനിക്ക് പേടിയുണ്ടായിരുന്നു, ചുണ്ട് കാണാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞപ്പോൾ. അങ്ങനെ ഒരു 8ാം മാസം എനിക്ക് വീണ്ടും ചെല്ലേണ്ട വന്നായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്കും
ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഹീമോഗ്ലോബിൻ കുറവാണല്ലോ, എന്ത് പറ്റി, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ലേ, കഴിക്കാൻ പറഞ്ഞ ടാബ്ലറ്റ്സ് കഴിക്കുന്നില്ലേ, കാൽസ്യം അയൺ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ, ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ടാബ്ലറ്റ്. പക്ഷെ നമ്മളത് സ്കിപ്പ് ചെയ്യാതിരിക്കുക, മാക്സിമം കഴിക്കുന്ന പോലെ കഴിക്കുക. കാര്യം ഞാൻ പറഞ്ഞു വോമിറ്റിംഗ് ഒക്കെ ആകുമ്പോൾ ചില സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, ഡോക്ടർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് 6 മാസം കഴിഞ്ഞിട്ടേ വോമിറ്റിംഗ് മാറിയായിരുന്നു. അപ്പം നമ്മൾ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു ടാബ്ലറ്റാണ് ഡോക്ടർ തരുന്ന അയണും കാൽസ്യവും ഒക്കെ. അത് കഴിക്കാതെ ഇരിക്കരുത്, മസ്റ്റായിട്ട് കഴിക്കുക. അപ്പം ഞാനത് കഴിക്കാത്തത് കൊണ്ട് ഡോക്ടർ എന്നെ നല്ല പോലെ ചീത്ത പറഞ്ഞായിരുന്നു. ചീത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അതെന്തായാലും മസ്റ്റായിട്ട് കഴിക്കേണ്ട ടാബ്ലറ്റാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെ എനിക്കൊരു സാഷറ്റ് തന്നായിരുന്നു കേട്ടോ. ഈ എന്തൊരു സാഷറ്റ് തന്നപ്പോൾ ഞാൻ മറന്നു എന്താണെന്ന്. അപ്പം സാഷറ്റ് എൻ്റെ ഡെലിവറി വരെ കഴിക്കാനാണ് പറഞ്ഞത്, വെള്ളത്തിൽ കലക്കി കുടിക്കാനാണ് പറഞ്ഞത്. ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സാഷറ്റിൽ. അപ്പം ഞാനത് കുടിക്കും. അങ്ങനെ ഹീമോഗ്ലോബിൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഡോക്ടർ അത് തന്നത്. അങ്ങനെ ഞാനത് കുടിക്കുമായിരുന്നു. പിന്നെ 8ാം മാസത്തെ സ്കാനിങ്ങും കൂടി ചെയ്തപ്പോഴാണല്ലോ ഇത് അറിയുന്നത്. പിന്നെ ഡോക്ടർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9ാം മാസം കഴിഞ്ഞിട്ട് നമുക്ക് PV ചെയ്ത് നോക്കാം. അതായത് എൻ്റെ അടുത്ത് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 5-ാം തീയതി എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. നമുക്കൊരു സ്കാനിങ്ങും അതുപോലെ തന്നെ PVയും ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ഈ 8ാം മാസത്തെ സ്കാനിങ്ങിന് പോയപ്പോഴാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനിയുള്ള സ്കാനിങ് വരെ ഈ സാഷറ്റ് നമുക്ക് കുടിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാനത് കുടിച്ചു. ഇനിയപ്പോൾ അടുത്ത സ്കാനിങ് ഞാൻ ഈ ഡേക്ക് വേണ്ടിയായിരുന്നു വെയിറ്റിംഗ്. കാരണം മെയ് 5-ാം തീയതി ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് PV ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ഈ PV ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു കാര്യമാണ്. കാരണം PV എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, PV ചെയ്താൽ നമുക്ക് കണ്ണ് പൊക്കത്തേക്കാവുന്ന പോലെ, ഐ മീൻ നമ്മളുടെ ബോധം മൊത്തം പോകുന്ന പോലെയാണ് PV എന്നാണ് എൻ്റെ അടുത്ത് ഞാൻ കണ്ട വീഡിയോസിൽ എല്ലാവരും പറഞ്ഞതും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നതും. ഒത്തിരി പേർക്കൊന്നും അങ്ങനെ അല്ലാന്ന് ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില വീഡിയോസിൽ അവർ പറയുന്നു PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമുള്ള ഒരു സംഭവമാണെന്നാണ് എൻ്റെ അടുത്ത് കേട്ടേക്കണത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, PV ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ച് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ്, എന്താണ് ചെയ്യണത് അവർ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഞാൻ PV ചെയ്യാനായിട്ടുള്ള ഡേ മെയ് 5-ാം തീയതിയാണ് എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞത്. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നു. പേടി വേദന ഉണ്ടാവും എന്നൊക്കെയുള്ള പേടി. അങ്ങനെ ഞാൻ PV ചെയ്യാൻ വേണ്ടി ഡോക്ടറിൻ്റെ റൂമിൽ കയറി. ഡോക്ടർ ഗ്ലൗസൊക്കെ ഇട്ട് ഒരു ജെല്ലൊക്കെ തേച്ചിട്ട് ഡോക്ടർ നമ്മുടെ വജീനയിലേക്ക് കൈയിട്ട് നോക്കും. ബേബിയുടെ ഹെഡിൻ്റെ പൊസിഷൻ നോക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വേദനയൊന്നും എടുത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറോട് ചോദിച്ചു പെയിൻ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു സ്കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും മേ ബി പെയിൻ ഇല്ലാത്തത്, പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞെന്താ എൻ്റെ അടുത്ത് വലിയ വേദനയൊന്നുമില്ല, ചെറിയൊരു മൈൽഡ് വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേദനയൊന്നും എടുത്തില്ല കേട്ടോ. ഡോക്ടർ PV ചെയ്തപ്പോൾ ഞാൻ ചെറുതായിട്ട് അറിയും, പക്ഷേ വലിയ വേദന ഒന്നും നമുക്കില്ല. ചിലവർക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല, ചിലവർക്ക് നല്ല വേദന ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ PVയുടെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അനുഭവം ആയിരിക്കണം നിങ്ങൾക്കെന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്കും പെയിൻ ഉണ്ടാവില്ല, ചിലപ്പോൾ പെയിൻ ഉണ്ടാവാം, അങ്ങനെ ആയിരിക്കും. അങ്ങനെ PV ചെയ്ത് നോക്കിയപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, അങ്ങനെ PV ചെയ്ത് നോക്കിയപ്പോൾ ഹെഡ് താഴത്തേക്ക് ആയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മെയ് 5-ാം തീയതിയാണ് ഞാൻ ചെന്നത്. ഡോക്ടർ പറഞ്ഞു അന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആയപ്പോൾ ഞാനും ഹസ്ബൻഡും അമ്മയും കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ റൂമൊക്കെ എടുത്ത് അഡ്മിറ്റായി. അങ്ങനെ റൂമെടുത്ത് ഫുഡൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്നും കൂടി എൻ്റെ PV ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പെയിൻ വരാനുള്ള മരുന്ന് തരാം, അത് കഴിഞ്ഞിട്ട് വയറിളകാനുള്ള മരുന്ന് കൂടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെയിൻ വരാനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡോക്ടർ പോയി. അത് കഴിഞ്ഞിട്ട് എന്നെ PV ചെയ്ത് നോക്കിയിട്ടാണ് ഡോക്ടർ പോയത്. അപ്പം ഡോക്ടർ അതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഹാർട്ട് ബീറ്റൊക്കെ ഡോക്ടർ നോക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ വന്നത് ചെക്ക് ചെയ്തു. ഡോക്ടർ എന്നെ എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഹസ്ബൻഡും ചേച്ചിയും കൂടി വന്നു. അപ്പം ഞങ്ങൾ വാക്കിംഗ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടർ പറഞ്ഞൊന്ന് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് സ്കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മ കുറേ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും
നേഴ്സ് വന്നിട്ട് എനിക്ക് ബോഡിയിൽ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എനിക്ക് എപ്പിഡ്യൂറൽ എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ബാക്കിൽ നടുവിൻ്റെ അവിടെ ഷേവ് ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നേഴ്സ് പെയിൻ വരാനുള്ള മരുന്ന് ഡോക്ടർ തന്നു. എനിക്ക് നേഴ്സും ഡോക്ടറും കൂടി വന്നിട്ട് എനിക്ക് നമ്മുടെ വജീനിലേക്ക് എന്തോ ഒരു സംഭവം ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെയിൻ വരാനുള്ള മരുന്ന് എനിക്ക് തന്നു. അങ്ങനെ ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വയറിളക്കാനുള്ള സമയം മരുന്നും തന്നില്ല. എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല പെയിൻ. ഡോക്ടറുടെ അടുത്ത് ഞാൻ പറഞ്ഞു നല്ല പെയിനാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നാളെ രാവിലത്തേക്ക് ഡെലിവറി എടുക്കാം. അതായത് മെയ് 6-ാം തീയതി മോർണിംഗ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലേബർ റൂമിലേക്ക് പോകണം. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വയറിളക്കി കളയണം. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞേക്കണേ. പക്ഷെ എനിക്ക് വയറിളകാനുള്ള മരുന്ന് തരാത്ത സ്ഥിതിക്ക് എനിക്കൊന്നും തന്നിട്ടില്ല. ഡോക്ടർ പോവുകയും ചെയ്തു. പക്ഷെ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ, ഒരു ഭയങ്കര പെയിൻ. എനിക്ക് പീരിയഡ്സ് പെയിൻ്റെ വേറൊരു പെയിനാണ്. എൻ്റെ പൊന്നോ, അത്രക്ക് പെയിൻ. എനിക്ക് ഭയങ്കര പെയിൻ. ഞാൻ ഡോക്ടറെ അടുത്ത് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ എനിക്ക് നോർമൽ ഡെലിവറി തന്നെ വേണം, എനിക്ക് സിസേറിയൻ വേണ്ട ഡോക്ടറെ, ഞാൻ നോർമൽ ഡെലിവറി തന്നെ മതി. നേഴ്സിനോട് ഞാൻ നേഴ്സിനോടും പറയുന്നുണ്ടായിരുന്നു. അത്രയും പെയിൻ കേട്ടോ, സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു. പക്ഷെ അവിടുത്തെ നേഴ്സുമാരൊക്കെ ഭയങ്കര പാവങ്ങളാണ്. ഭയങ്കര നമ്മളെ കെയർ ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒരു അനിയത്തീനെ പോലെ കെയർ ചെയ്യുവാണ്. അത്ര എന്നെ നല്ല നേഴ്സുമാരാണ്. നമുക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. B&Bയിലെ ഹോസ്പിറ്റലിലെ നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ നല്ലതാണ്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. ഞാൻ പറഞ്ഞു നേഴ്സ് ചേച്ചി ഞാനിപ്പോൾ പ്രഗ്നൻ്റ്, ഞാൻ ഇപ്പോൾ ഡെലിവറി വരും ചേച്ചി, എൻ്റെ കുഞ്ഞാവിപ്പോൾ വരും ചേച്ചി, എൻ്റെ രക്ഷിക്ക് ചേച്ചി എന്നൊക്കെ ഞാൻ പറയുക. ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയും ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ അവിടെ പിടിച്ചു വെച്ചേക്കണ് വേദന കാരണം. എൻ്റെ മേത്ത് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് പെയിൻ സഹിക്കുക. ചേട്ടനാണെങ്കിൽ കർട്ടൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുക. എൻ്റെ പെയിൻ കണ്ടിട്ട് ചേട്ടനൊന്നും സഹിക്കണില്ല. കസിൻ ബ്രദറും ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് അവർക്കൊന്നും സഹിക്കണില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയേണ്ടത് എനിക്ക് സഹിക്കാൻ പറ്റണല്ലോ, എന്തെങ്കിലും എന്നെ ചെയ്യട്ടോ, നേഴ്സുമാരെ വിളിക്ക്. നേഴ്സുമാർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും. ഡൈല്യൂട്ട് ആയിട്ടില്ല എന്നൊക്കെ പറയാം. ഇനിയുണ്ട് സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ലപോലെ സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോഴും 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ, 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ എന്ന് അവരിങ്ങനെ പറയാം. എൻ്റെ അടുത്താക്കില്ല നീ ഇങ്ങനെ കരയല്ലേ. അങ്ങനെ ഞാൻ നേഴ്സിനോട് പറഞ്ഞു എന്നെ എന്തെങ്കിലും ചെയ്യുക, എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നേഴ്സൊന്നും, അങ്ങനെ നേഴ്സുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ അവരെത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവരെന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കുറേ നേരം ഞാൻ അവിടെ ഇരുന്നും കരഞ്ഞു. പിന്നെ അമ്മേനെ അച്ഛനൊന്നും ഹസ്ബൻഡിനൊന്നും കാണാൻ പറ്റില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്ന് പിന്നെയും കുറേ നേരം ഇരുന്ന് കരഞ്ഞു. കുറേ നേരം ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് നേഴ്സ് ഓൾറെഡി പറഞ്ഞായിരുന്നു അവിടെ ഒറ്റയ്ക്കാവും ലേബർ റൂമിലാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ നിന്ന് കയറിയപ്പോൾ അമ്മയും ഹസ്ബൻഡും കാണും, ലേബർ റൂമിൽ കയറ്റി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എപ്പിഡ്യൂറൽ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്ക് എപ്പിഡ്യൂറൽ വേണ്ട, ഞാൻ നോർമൽ ഡെലിവറി എപ്പിഡ്യൂറൽ ഇല്ലാതെ ചെയ്തോളാം, ഡെലിവറി ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പിഡ്യൂറൽ എടുത്തില്ല. കുറേ നേരം പെയിൻ സഹിച്ചിരുന്നിട്ട് ഒരു 11 മണിയൊക്കെ ആയിട്ട് അത്രയും നേരം ഞാൻ പെയിൻ സഹിച്ച് അവിടെ തന്നെ കിടന്ന് 11 മണി 11:30 ആയപ്പോഴത്തേക്കുമാണ് ഡോക്ടർ വന്നത്. ഡോക്ടർ വീട്ടിലല്ലേ, അപ്പോൾ ഡോക്ടർ വന്നത് ആ സമയമായി. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്തോളാൻ പറഞ്ഞു. ഞാനൊന്ന് പുഷ് ചെയ്തതും ഡോക്ടർ ഒരു ഇത് വെച്ചിട്ട് ഒറ്റ കീറൽ. അപ്പോൾ തന്നെ കൊച്ചു പുറത്തേക്ക് വന്നു, പ്ലാസൻ്റ. എൻ്റെ അമ്മേ, കൊച്ചു വന്നപ്പോഴാണ് ഞാൻ സമാധാനമായത്. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നത് എന്ത് ബേബി എന്നൊക്കെ പറയണം. അപ്പം ഞാൻ കേൾക്കല്ല, ഡോക്ടർ പറയണമെന്ന് കേൾക്കല്ല. അങ്ങനെ നേഴ്സുമാർ അവിടെ ഇരുന്ന് കൊച്ചിനെ ക്ലീൻ ആക്കുന്ന സമയത്താണ് ആരോടൊക്കെ അങ്ങോട്ടും പറയേണ്ടത് ബേബി ഗേളാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ഞാൻ പകുതി ആശ്വാസമായി. കൊച്ചിനെ കണ്ടതും ഞാൻ ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്രയും നേരത്തെയുള്ള പെയിൻ അങ്ങോട്ട് മാറി ബേബീനെ കണ്ടപ്പോഴത്തേക്കും. അത്രയും സൂപ്പറായിരുന്നു എൻ്റെ ഡെലിവറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എപ്പിഡ്യൂറലില്ല, നോർമൽ ഡെലിവറി ആയിരുന്നു. ബേബിക്ക് 2,800 ഉണ്ടായിരുന്നു വെയിറ്റ്. 12/11 ബേബി ജനിച്ചത്, 6-ാം തീയതി രാവിലെ. അപ്പോൾ അത്രയാണ്. അങ്ങനെ എനിക്കൊരു 2 hours എന്നെ അവിടെ തന്നെ ഒബ്സർവേഷനിൽ ഇട്ടു. അങ്ങനെ എന്നെ 2 hours കഴിഞ്ഞിട്ടാണ് എന്നെയും ബേബീനെയും രണ്ടുപേരെയും കാണിച്ചത്. അപ്പം ബ്ലീഡിങ് ഒക്കെയാണ് മൊത്തം. എൻ്റെ ബോഡി ഫുൾ ബ്ലീഡിങ് ആണ്. ഞാൻ കിടക്കുന്ന കട്ടിലൊക്കെ ബ്ലീഡിങ് ആണ്. അതൊക്കെ അവർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 2 hour കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഓരോരുത്തരും ഒന്ന് കാണാൻ തുടങ്ങി. ഹസ്ബൻഡ് കാണാൻ തുടങ്ങി, അമ്മ, പിന്നെ അവൻ്റെ അമ്മ, അച്ഛൻ, അനിയത്തി, അങ്ങനെ എൻ്റെ ചേട്ടൻ, അങ്ങനെ എല്ലാവരും വന്ന് മാറി എന്നെ കണ്ടു. എല്ലാവരും ഓക്കെയാണ്. പിന്നെ ഞാനും ഹസ്ബൻഡും അമ്മയും മാത്രമായിരുന്നു.
അങ്ങനെ എൻ്റെ അടുത്ത് ബേബീനെ കൊണ്ട് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഫീഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫീഡ് ചെയ്യാൻ പോണതിന് മുന്നേ എൻ്റെ പാഡൊക്കെ മാറി പുതിയ പാഡൊക്കെ വെക്കണം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പോയി യൂറിൻ പാസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാനും അമ്മയും കൂടി നടന്നങ്ങോട്ട് നോർമലി നടന്നു പോകണത് പോയി. പക്ഷെ എനിക്ക് അമ്മ ബ്ലീഡിങ് ഒക്കെ കഴുകി തന്നിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് പുഷ് ചെയ്യാൻ പേടി. അങ്ങനെ പുഷ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ പുഷ് ചെയ്തപ്പോഴത്തേക്കും യൂറിൻ പോയി. അങ്ങനെ എൻ്റെ ബ്ലീഡിങ് ഒക്കെ ഫുൾ കഴുകി കളഞ്ഞമ്മ, ഫുൾ വാഷ് ചെയ്ത്. അങ്ങനെ എന്നെ കസേരയെ കൊണ്ട് ഇരുത്തി, നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. കസേരയെ കൊണ്ട് ഇരുത്തിയിട്ട് ബേബിനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ കുഞ്ഞാവേനെ ഫീഡ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് കുഞ്ഞാവിനെ ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ എക്സൈറ്റഡ് ആണോ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 2 അവർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടും കൂടി റൂമിലേക്ക് മാറ്റുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം റൂമിൽ വെച്ച് എനിക്ക് കുഞ്ഞാവിനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ ആ വീഡിയോസൊക്കെ കാണിച്ചാൽ ആദ്യം അത് കാണും. ഇതൊക്കെ റൂമിൽ വെച്ച് വെറുതെ എടുത്ത ഫോട്ടോസാണ്. ഇത് വാക്സിൻ എടുക്കാൻ വേണ്ടി ബേബീനെ കൊണ്ടുപോയത്. ഇത് അമ്മ, ഇത് ഞങ്ങൾ വെറുതെ സെൽഫി എടുക്കുന്ന അമ്മ കുഞ്ഞാവിനെടുത്ത് അമ്മയായിരുന്നു കൂടെ നിന്നേച്ചേ. ഇത് ഹസ്ബൻഡ്. ഇതൊക്കെ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോസാണ്. ഇത് ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത ഫോട്ടോസ്. ഈ ഫോട്ടോ അമ്മയൊക്കെ പുറത്ത് നിൽപ്പുണ്ട്, അമ്മ, ചേട്ടൻ, അവൻ്റെ. ഇത് എനിക്ക് വേണ്ടി ലേബർ റൂമിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്ന ഹസ്ബൻഡിൻ്റെ ഫോട്ടോയാണ്. ഇത് ഞാൻ ഫീഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബേബി ഉറങ്ങണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ്. ഇത് ഞാനുണ്ടല്ലോ ആദ്യം പറഞ്ഞില്ലേ ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ മോണിറ്റർ ചെയ്യണതാണ് ഞാൻ. അത് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോ ഒരു 3 months ഉള്ളപ്പോൾ ഉള്ള ഒരു ഫോട്ടോയാണ് നിയ ബേബിയുടെ. ഇത് ഞങ്ങൾ 3 പേരും, ഞാനും ഹസ്ബൻഡും കുഞ്ഞുമാവയും. ഇത് ഞങ്ങൾ ജനിച്ച ആ സമയത്ത് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഇതാണ് നിയ നന്ദുമേനോൻ, ഡേറ്റ് ഓഫ് ബർത്തും ടൈം അവൾ ജനിച്ചതും. ഇത് ബേബി ഫസ്റ്റ് ഇട്ട ഡ്രസ്സാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നത്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതും പിന്നെ പൊക്കിൾക്കൊടിയും. ഇത് ഹോസ്പിറ്റലിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ്. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അമ്മയുടെ അമ്മ കുഞ്ഞാവിനെ കണ്ടപ്പോൾ ലാളിക്കുന്ന ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ അത് പിന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറിൽ ബേബി മൂവ് ചെയ്യുമല്ലോ, അപ്പോൾ ബേബി മൂവ്മെൻറ്റ്സ് ഞാനൊന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ശ്രദ്ധിച്ച്, ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നിയ ബേബി അനങ്ങണത്. അടുത്തത് ഇത് നിയ ബേബീനെ എണ്ണ വെച്ച് കുളിപ്പിച്ചപ്പോൾ ഞാൻ അച്ഛനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നതാണ്. ബേബി വന്നിട്ടൊരു 2 weeks കഴിഞ്ഞപ്പോഴത്തേക്കും പൊക്കിൾക്കൊടി പോയി. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കണതാണ്. ഇത് നിയ ബേബി ഹസ്ബൻഡും. ഇത് ഞാൻ 9th month പ്രഗ്നൻ്റ് ആയ എൻ്റെ വയറിതാണിത്. ഇതും 9th month. അപ്പോൾ രണ്ടും ഡിഫറൻസ് ഉണ്ടോ, ആ ഡ്രസ്സിൻ്റെ ആയിരിക്കും മേ ബി. സോ ഗൈസ്, ഞാനിതിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേർണിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തില്ലല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നി. അതാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നെ ഡെലിവറി റൂമിലേക്ക് കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് ഡെലിവറി റൂമിലേക്ക് സെപ്പറേറ്റ് കയറ്റിയപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡോ അമ്മേനോ ആരെ കയറ്റില്ല, എന്നെ മാത്രമേ കയറ്റിയത്. എന്നിട്ട് ഞാനവിടെ എനിക്ക് ഭയങ്കര പെയിൻ സഹിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് പെയിൻ സഹിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, പക്ഷെ പുറത്ത് ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ നല്ല കരച്ചിലായിരുന്നു. വേദന എടുത്തിട്ട് ഞാൻ നേഴ്സുമാരുടെയൊക്കെ കൈ പിടിച്ച് ഇറുക്കി കൂട്ടുമായിരുന്നു. എന്നിട്ടും അവരെൻ്റെ സ്ട്രഗിള്, എൻ്റെ ആ വേദന അവർ എന്നെ, ഞാൻ പിച്ചത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും മിണ്ടിയില്ല. അഖില കുഴപ്പമില്ല, അഖില പുഷ് ചെയ്യല്ല, അഖില പുഷ് ചെയ്യരുത്, ഡോക്ടർ വന്ന വരെ പുഷ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് എൻ്റെ ബോധം പോയായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഓക്സിജൻ മാസ്ക് വെച്ച് തന്നു. ഇതിനിടയ്ക്ക് എൻ്റെ നൈറ്റി, ഞാനിട്ട് നൈറ്റി ആയിരുന്നു. അപ്പോൾ ആ നൈറ്റി മാറണം. അപ്പോൾ എനിക്ക് അവരുടെ ഒരു ഡ്രസ്സൊക്കെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചൊരു നീല കളറിലുടുപ്പ്, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു നൈറ്റി പോലത്തെ സംഭവം, അതൊക്കെ ഇടിപ്പിച്ചു. ക്യാപ്പൊക്കെ തലയിൽ വെച്ചായിരുന്നു. ഇതൊക്കെ ഞാൻ പറിച്ച് കളയുവാണ്. എനിക്കാണെങ്കിൽ പീരിയഡ്സ് പെയിൻ്റെ വേറൊരു ടൈപ്പ് വേദനയായിരുന്നു എൻ്റെ ഡെലിവറി പെയിൻ.
അത്രയ്ക്ക് വേദനയായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഡോക്ടറാണെങ്കിൽ വരാൻ ലേറ്റ് ആവുന്നുണ്ട്, കാരണം ഡോക്ടർക്ക് ദൂരത്തുനിന്ന് വരണം. അപ്പം ഡോക്ടർ 11 മണി ആ ഒരു സമയത്തൊക്കെയാണ്. വേദന ഭയങ്കര നൈറ്റ്, 5-ാം തീയതി നൈറ്റ് ഭയങ്കര വേദന എനിക്ക് സഹിക്കുള്ള. എനിക്ക് വീട്ടുകാരെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഇനി കാണിക്കാൻ പറ്റില്ല. അവർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ റൂമിലേക്ക് പോയാൽ ആരെയും അകത്ത് കയറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വേദന സഹിച്ച് നഴ്സുമാരെല്ലാവരും എൻ്റെ കൂടെ ചുറ്റിനും ഉണ്ടായിരുന്നു. എനിക്ക് ഡെലിവറിക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഡോക്ടർ വന്നാൽ മാത്രം മതി. ഡോക്ടറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഡോക്ടർ എത്താറായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ ഡെലിവറിക്ക് എനിക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി വരും എന്നാണ് അവർ പറയുന്നത് എൻ്റെ അടുത്ത് നേഴ്സ്. അപ്പോൾ ഞാനാണെങ്കിൽ വേദന കാരണം ഇങ്ങനെ പുഷ് ചെയ്ത് അത്രയും പെയിൻ, സഹിക്കാൻ പറ്റാത്ത പെയിൻ. എൻ്റെ കണ്ണിൽ എന്താ പറയുക, അത്ര പെയിനായിരുന്നു. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഡോക്ടർ വന്നത്. ഡോക്ടർ എല്ലാ സംഭവങ്ങളും ഡോക്ടറിൻ്റെതായ സംഭവങ്ങളെല്ലാം ചെയ്തു. ഈ ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വട്ടം പുഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു വട്ടം പുഷ് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ ഒരു കീറിൽ ബേബി പുറത്ത് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ബേബിനെ കണ്ടു. അന്നേരം ബേബിനെ കാണിച്ചു. അന്നേരം തന്നെ അവർ ക്ലീൻ ചെയ്യാൻ, ബേബീൻ്റെ ബ്ലഡൊക്കെ തുടച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ കാണിച്ച ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണിച്ചു. അവർ ബേബീനെയൊക്കെ കണ്ടിട്ട് പിന്നെ അവർ ബേബീനെ ഒബ്സർവേഷനിൽ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ 2 hours വെച്ചേക്കുമായിരുന്നു ഒബ്സർവേഷനിൽ. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ വന്ന് കണ്ടത് കേട്ടോ. ഈ ബേബിക്ക് മഞ്ഞപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അപ്പം തന്നെ ബേബീനെ തന്നത്. 2 hour കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ റൂമിലേക്ക് മാറ്റിയതും. പിന്നെ 3 ദിവസത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. 3 ദിവസം ഡോക്ടർ വന്നിട്ട് നമ്മളെ ചെക്ക് ചെയ്യുമായിരുന്നു. ബേബീനെയും ചെക്ക് ചെയ്യും. ബേബീനെ പീഡിയാട്രിഷ്യൻ വരും. എൻ്റെ ഡോക്ടറായിരുന്നു ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബേബിക്കുള്ള മെഡിസിൻ കൊടുക്കും, ഈ വൈറ്റമിൻ അങ്ങനത്തെ മെഡിസിൻസ്. 3 days ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. 3 days കഴിഞ്ഞിട്ട് ആണ് ബേബിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് 3 days കഴിയുമ്പോഴത്തേക്കും ഡിസ്ചാർജ് കിട്ടും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ബേബിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ തിരിച്ച് വീട്ടിലേക്ക് വിടുമായിരുന്നു. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. എന്തായാലും ഇത്രേ ഉള്ളൂ എൻ്റെ ഡെലിവറി സ്റ്റോറി. നിങ്ങളെ പുതിയ അമ്മമാരാണെങ്കിൽ, ഇനി ഡെലിവറി ആവാൻ പോകുന്ന അമ്മമാരാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമുക്ക് നമ്മുടെ ബേബീസിനെ കാണുമ്പോഴത്തേക്കും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മൾ സഹിച്ച എല്ലാ വേദനകളും എല്ലാം മാറി നമ്മൾ ഹാപ്പി ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് ഡെലിവറിക്ക് പൊക്കോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.